കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമുക്ക് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മുത്തുത്താവളത്തിൽ ജ്വല്ലറിയിലൊന്ന് പോയാലോ? അവിടെ ഇഷ്ടം പോലെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞേ. അപ്പം അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുമുണ്ട്. നമുക്കതെല്ലാം ഒന്ന് കണ്ട് സെലക്ട് ചെയ്തിട്ട് അതൊക്കെ നോക്കിയെടുക്കാവേ. നമ്മുടെ മുത്തുത്താവളത്തിൽ ജ്വല്ലറി തുടങ്ങിയിട്ട് 74 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും ഈരാറ്റുപേട്ടയിലെ നമ്പർ 1 ഷോപ്പായിട്ടാണ് നമ്മുടെ മുത്തുത്താവളത്തിൽ ജ്വല്ലറി. കറിയാച്ചായൻ എന്ന അച്ചായൻ തുടങ്ങി വെച്ച് ഇപ്പോൾ ജോസേട്ടനും ബിജേട്ടനും കൂടി നടത്തുന്ന നമ്മുടെ മുത്തുത്താവളത്തിൽ ജ്വല്ലറിയെ വെല്ലാൻ ഈരാറ്റുപേട്ടയിൽ മറ്റൊരു ജ്വല്ലറി ഇല്ല. എപ്പോഴും പുതുമയോടുകൂടി തന്നെയാണ് അവരുടെ സ്വർണ്ണങ്ങൾ. എത്ര വർഷം കഴിഞ്ഞാലും അതേ ഒരു കളറോടുകൂടി തന്നെ നിൽക്കും. ഞാൻ ഉപയോഗിക്കുന്ന സ്വർണം എനിക്കറിയാം, 10ഉം 12ഉം വർഷമായിട്ട് പോലും ഒരു കളറ് പോലും മങ്ങുന്നില്ല. എപ്പോഴും എവിടെ ചെന്നാലും മറ്റുള്ളവർ എന്നോട് ചോദിക്കും, ഇത് പുതിയതാണോ എന്ന്. പുതിയതായിട്ടല്ല, ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ മുത്തുത്താവളത്തിൽ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയാൽ അതങ്ങനെയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പല ജ്വല്ലറികളിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ മങ്ങാറുണ്ട്. പക്ഷേ ഇവിടുത്തത് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മറ്റുള്ള ജ്വല്ലറിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് മുത്തുത്താവളം ജ്വല്ലറി. അതുപോലെ തന്നെ അവരുടെ ഓണർമാരുടെയും സ്റ്റാഫുകളുടെയും ഇടപെടൽ നമ്മളെ വീണ്ടും വീണ്ടും അവിടെ ചെല്ലാൻ പ്രേരിപ്പിക്കും. അതുപോലുള്ളൊരു സഹകരണം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എത്ര വേണമെങ്കിലും അവർ സ്വർണം എടുത്ത് നമ്മളെ കാണിക്കും. അതിനൊരു പിശുക്കും കാണിക്കുകയല്ല. മറ്റുള്ള ജ്വല്ലറിയിൽ പോയാൽ അവർക്കൊരു പേടിയാണ് സ്വർണം ആവശ്യത്തിന് കൂടുതൽ എടുത്ത് കാണിക്കാൻ. ഇവിടെ അങ്ങനെ ഒരു വിഷയമേ ഇല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് വരെയും അവർ പുതിയ പുതിയ സെലക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. ഈ വളകളൊക്കെ പുതിയ കളക്ഷനിൽ പെട്ടതാണ്. ഇതൊക്കെ ഇന്നലെ വന്നതേ ഉള്ളേ. പിന്നെ നിങ്ങളെല്ലാവരും മുത്തുത്താവളത്ത് ജ്വല്ലറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വന്നിട്ട് എങ്ങനെയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതുപോലെ വരാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് നോക്കണേ. പിന്നെ നിങ്ങൾ വേറൊരു ഷോപ്പിൽ നിന്നും പോയി സ്വർണം വാങ്ങാറില്ല, ഇവിടെ തന്നെ വരുവുള്ളൂ വാങ്ങാൻ. അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മൾ പല ഷോപ്പുകളിലും പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിൽക്കുമ്പോൾ അവരതൊന്നും കൂടെ കളർ മുക്കി വിൽക്കാറുണ്ടെന്ന് പല ജ്വല്ലറിയെക്കുറിച്ചും പരാതി കേൾക്കാറുണ്ട്. അത് എനിക്കറിയാവുന്ന കാര്യവുമാണ്. ഈരാറ്റുപേട്ടയിൽ പല ജ്വല്ലറിക്കാരും അങ്ങനെ വിൽക്കാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എത്ര പുതിയ സാധനം ഉപയോഗിക്കാത്തതാണെങ്കിൽ കൂടിയും നമ്മളത് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവരത് കത്തിച്ച് കളയും. അല്ലാതെ അവരത് എടുത്ത് കളർ മുക്കി വീണ്ടും അത് വിൽക്കാറില്ല. അതിനുള്ളൊരു തെളിവ് ഞാൻ നിങ്ങളെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ അത് കാണിക്കുവാണെങ്കിൽ ഇത് ഒരുപാട് ലോങ് വീഡിയോ ആയി പോകുന്നത് കൊണ്ടാണ്. പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ മാലകളൊക്കെ 1.5 ഗ്രാം 2 ഗ്രാമിൻ്റെയൊക്കെയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഇഷ്ടം പോലെ ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളും ഉണ്ട്. 1 ഗ്രാമിൻ്റെ റിങ്ങുകളൊക്കെ ഇഷ്ടം പോലെ. അതുപോലെ 1 ഗ്രാമിൻ്റെ കമ്മലുകൾ, 1 ഗ്രാം 1.5 ഗ്രാമിൻ്റെ കൈച്ചെയിനുകൾ, അതുപോലെ ഒരുപാട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ലൈറ്റ് വെയ്റ്റ് ആഭരണം വേണമെങ്കിലും നമ്മുടെ മുത്തുത്താവളത്തിലൊന്ന് വരണേ. പിന്നെ ഞാൻ ഒരു കൊലുസും ഈ 4 വളയുമാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് കുറച്ച് ഒടിഞ്ഞതൊക്കെ തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് 2 വള ഉപയോഗിച്ചിട്ടില്ല, ഒന്നുപോലെ ഉപയോഗിച്ചിട്ടില്ല. അത് തന്നെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അന്നേരം അവരത് കരിച്ച് കളയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ ഏതൊരു ജ്വല്ലറിയിലാണെങ്കിലും അത് അങ്ങനെയല്ല. അതവർ കളർ മുക്കി വിൽക്കാൻ വെക്കും.